ഞാനിങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വയനാടിൽ നിന്ന് പിരിച്ച ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും UDF നേതൃത്വം പുറത്ത് പറയാൻ റെഡിയല്ല. പ്രൊജക്റ്റ് മൊത്തം കഴിഞ്ഞ് വീടൊക്കെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എത്ര കിട്ടി, എത്ര ചിലവായി, അതെങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ള കണക്ക് പറയാമെന്നാണ് UDFൻ്റെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാടിലെ ടൗൺഷിപ്പ്, സർക്കാർ ടൗൺഷിപ്പിനെ കുറ്റം പറയുമ്പോൾ UDF ശ്രദ്ധിക്കേണ്ടത് സ്വന്തം പിരിച്ചെടുത്ത പൈസ, ഈ പൈസ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയില്ലേ, നേതാക്കന്മാരുടെ വീട് വിറ്റ, സ്വത്ത് വിറ്റ പൈസയൊന്നുമല്ലല്ലോ. അപ്പോൾ നാട്ടുകാർക്ക് ഇത് അറിയാൻ എന്താണെന്നുണ്ടെങ്കിലും അവരത് റെസ്പോൺസിബിൾ ആണ് നാട്ടുകാർക്ക് ഇത് അറിയിച്ചു കൊടുക്കുന്നത്. നാട്ടുകാർക്ക് അറിയുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു UDF നേതാവ് പോലും ഇത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കണക്ക് പുറത്ത് പറയാനോ ഇതിൽ കൃത്യമായ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനോ റെഡിയല്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ആ വീഡിയോനകത്ത് ഞാൻ അന്ന് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ പാർട്ടി പിടിച്ച് പുറത്താക്കിയ കയ്യിലിരിപ്പ് ശരിയല്ലാത്ത രാഹുൽ മാങ്കൂട്ടം തന്നെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, UDFൻ്റെ സൈബർ ഹാൻഡിലുകളൊക്കെ പരമ ദുരന്തമാണ്. ആകെ എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജാണ്. അതിൽ നല്ല റീച്ചും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെങ്ങായി അതിന്ന് ബുദ്ധി കണ്ടുപിടിച്ച് ഇറങ്ങിയതാണ് തോന്നുന്നുണ്ട്. ഞാനായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇയാൾ വന്നിരുന്ന് വയനാടിൻ്റെ ഈ പിരിച്ച പൈസേൻ്റെ കണക്കും സർക്കാർ ടൗൺഷിപ്പിനെ കുറേ ചോദ്യം ചെയ്തൊക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ട് വന്നു. അപ്പം എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ചെയ്ത വീഡിയോ നമുക്ക് 1 by 1 ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1-2 ക്ലിപ്പുകളൊക്കെ, 2-5 ക്ലിപ്പൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് 10-30 മിനിറ്റാണ് ഈ വയനാട് UDFൻ്റെ പിരിവ് റിലേറ്റഡ് ആയിട്ടും സർക്കാരിൻ്റെ ടൗൺഷിപ്പ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറെക്കുറെ കണ്ട ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിക്കാണും. ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് അത് വിനിയോഗിക്കുന്നത് എങ്ങനെ, ഇപ്പോഴുള്ള പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയെന്നുള്ളതൊക്കെ അതൊരു ക്ലാരിറ്റി ഉള്ള വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ അതുകൊണ്ടാണ് അത് അത്ര കുറേ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്ത്. അപ്പോൾ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു പോസ്റ്റ് ശരിക്ക് ഇയാൾക്ക് ഈ ഒരു ഇലക്ഷൻ ടൈമിൽ കുറച്ച് ഞാനുണ്ട് കേട്ടോ അവിടെ. ഞാനാണ് ഇപ്പോഴും മെയിൻ. ഞാൻ കഴിഞ്ഞിട്ടേ ബാക്കി ആൾക്കാരുള്ളൂ, അല്ലെങ്കിൽ എന്നെക്കൊണ്ടേ ഇവിടെ UDFന് വേണ്ടി മൗത്ത് പീസായി സംസാരിക്കാൻ പറ്റൂ എന്നുള്ളത് UDF അണികൾക്കും നേതൃത്വത്തിനും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലം, ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങി കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ല രാഹുലേ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. മുഴങ്ങി കേൾക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. മര്യാദയ്ക്കായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ഒന്നും മുഴങ്ങി കേൾക്കാതെ ഇപ്പം എന്ത് ചെയ്യായിരുന്നു, പാർട്ടിയെ സഹായിച്ച് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് ഷാഫി ഓരോരോ കാൻഡിഡേറ്റിനെ കൈ പൊക്കി പിടിച്ച് നടക്കുന്ന പോലെ ഇവിടെ നിന്ന് മത്സരിച്ച് അങ്ങനെ കയറിപ്പോവായിരുന്നല്ലോ. അപ്പോൾ അതിന് പറ്റിയില്ല. കുറേ ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതൊന്നും ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കുട്ടി തൻ്റെയാണോ, തൻ്റെ ശബ്ദം തന്നെയല്ലേ അത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഉത്തരമില്ല. അപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിന്. ഇപ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ട്, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ ക്രെഡിബിലിറ്റി ഇല്ല. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തു വെച്ച് സംസാരിക്കുന്നതന്നെ UDFൻ്റെ ക്രെഡിബിലിറ്റി പോവും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നേതൃത്വത്തിൽ ആരോടെങ്കിലും പോയിട്ട് KCയോടോ VD സതീഷിനോട് പോയി ചോദിക്കേണ്ടത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, അവരുടെ ഉത്തരം എന്തായിരിക്കും എന്നറിയോ? അല്ല, അയാളൊരു മുൻ പ്രവർത്തകനായിരുന്നല്ലോ, അയാളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഞങ്ങൾ പുറത്താക്കി എന്ന് വിചാരിച്ചിട്ടും അയാൾ പാർട്ടി പ്രവർത്തകനായിരുന്നല്ലോ. ചിലപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഇതിൽ ചെയ്തതായിരിക്കും. അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇയാൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരാൾ വയനാട് വിഷയത്തിലൊക്കെ ഒന്ന് വീഡിയോ ചെയ്യണം. അപ്പോൾ തന്നെ പാർട്ടിക്ക് ഒരു ഉത്തരവില്ലാതിരിക്കുമ്പോൾ പുറത്തുനിന്ന് പാർട്ടി പുറത്താക്കി അത് ഈ പേരുദോഷം പിടിച്ച MLA വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ അത് വീണ്ടും പാർട്ടിക്ക് തന്നെയല്ലേ എഫക്റ്റ് ആവുന്നത്. അതൊന്നും ഇവർക്ക് എന്താ, ഇവർക്കൊരു കറക്റ്റ് കോർഡിനേഷൻ ഇല്ല UDFന്. വീടെവിടെ ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടെടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ എന്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം
ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന് 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്ന ഒരു ചടങ്ങ് നടത്തി. അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നു? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട്, മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് എത്തിച്ചിട്ടുമുണ്ട്. രാഹുൽ മാങ്കൂട്ടം കണ്ടു കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും എടുത്തു കാണിക്കാത്ത പ്രശ്നമോ അല്ലാന്നുണ്ടെങ്കിൽ അവരാരും ഇത് ഡിസ്കസ് ചെയ്യാത്ത വിഷയമായിട്ട് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തിട്ടില്ല. ആക്ച്വലി വയനാട് ടൗൺഷിപ്പിൽ ഇപ്പോൾ നിർമ്മിച്ച വീടുകളിൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും കഴിയാത്തൊരവസ്ഥ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിൽ ആർക്കും എതിർപ്പ് പറയുന്നില്ല, ആരും എതിർപ്പ് കാണിക്കുന്നില്ല. ഏതെങ്കിലും മീഡിയ പോയി ചോദിക്കുന്ന സമയത്ത് അവർ ചിലരൊക്കെ വിരലിലുണ്ടാവുന്നവർ അവിടെ നിന്നിട്ട് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ വരുമായിരിക്കും, ഓക്കെ ഇതൊരു PR സ്റ്റണ്ടാണ്, ഇതൊരു ഇലക്ഷൻ ഗിമിക്കാണ്, എന്തുകൊണ്ട് ഇത്രയും ലേറ്റായി, ഇത്രയും ഫണ്ട് കയ്യിൽ വെച്ച് സർക്കാർ സിസ്റ്റം മൊത്തം കയ്യിലിരിക്കുമ്പോൾ നിങ്ങളിത് ഇങ്ങനെ ഈ സമയത്ത് മാത്രമാണോ ഇതിൻ്റെ ഉദ്ഘാടനം കഴിച്ച് അതും പണി തീരാത്ത അവസ്ഥയിൽ കിടന്ന് നാട്ടുകാർക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ, അതൊക്കെ ചോദിക്കാം. ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ റെലവൻ്റാണ്. പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുമ്പോൾ കോമഡി ആയിട്ട് നാട്ടുകാരെടുക്കും. മനസ്സിലായോ? അതാണ് അവിടുത്തെ ഏറ്റവും സീൻ. പിന്നെ സർക്കാർ സിസ്റ്റത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറൊരു ഫാക്റ്റാണ്. പിന്നെ ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു എൻറ്റയർ ആ ഒരു കോൺസെപ്റ്റ് തന്നെ എന്ന് പറയുന്നത് വീടുണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. ഹോസ്പിറ്റൽ, റോഡ്, അതിനകത്ത് തന്നെ സ്കൂളുകൾ, അംഗൻവാടി, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനത്തെ എല്ലാ ഇതൊരു മൊത്തം എന്താ പറയുക, ഒരു ഏരിയ ഇല്ലാതായപ്പോൾ അവിടുത്തെ ആളുകളെ മൊത്തം വേറൊരു സ്ഥലത്തേക്ക് തിരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മോസ്റ്റ് മോഡേൺ ആയിട്ട് അവരെന്ത് ചെയ്യണം, റീഹാബിലിറ്റ് ചെയ്യണം. അപ്പം അതിന് ഒരുപാട് സജ്ജീകരണങ്ങൾ അവിടെ ചെയ്തു വെക്കേണ്ടി വരും. മേ ബി അതിൻ്റെ ഒരു കാലതാമസം ഇനിയിപ്പോൾ UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങളിത് ചെയ്തേനെ എന്നുള്ള വാക്ക് പറയാമെന്നല്ലാതെ മേ ബി ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് നിങ്ങൾക്ക് അത് തീർക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് പിരിച്ചു, ഈ മുഖ്യമന്ത്രിക്കും നാട്ടുകാർ തന്നെയാണ് ഫണ്ട് കൊടുത്തത്, നാട്ടുകാരും ഉദ്യോഗസ്ഥരും അങ്ങനെ പലരും, എന്താണെങ്കിലും മോസ്റ്റ് മെജോറിറ്റി ഇവിടുത്തെ സാധാരണക്കാരാണല്ലോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ UDFൻ്റെ ഓരോ നേതാക്കന്മാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം UDFിലല്ല, ബട്ട് സ്റ്റിൽ അയാൾ അടക്കം വന്ന് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഇവർ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു ഏരിയ എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. നമ്മളെല്ലാവരും കൂടിയും പിരിച്ചു കൊടുത്ത പൈസയാണ് മുഖ്യമന്ത്രിയുടെ ഡിസാസ്റ്റർ ഫണ്ടിലേക്ക്. എടേ, ഇതേ നമ്മൾ നാട്ടുകാർ, പൊതുജനം പിരിച്ചു കൊടുത്ത പൈസയാണ് നിങ്ങളുടെ UDFൻ്റെ ഫണ്ടിലും കിടക്കുന്നത്. നിങ്ങളെ ആപ്പ് വഴി, നിങ്ങളെ കൂപ്പൺ വഴിയൊക്കെ പിരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ ഫണ്ട് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, VD സതീശൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഷാഫി പറമ്പിലിൻ്റെയോ നിങ്ങളുടെ ഒരു നേതാക്കന്മാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. മനസ്സിലായോ? നിങ്ങൾ ആരുടെയും കുടുംബം വിറ്റ ഫണ്ടല്ല. അണികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പൈസയാണ് നിങ്ങളുടെ അക്കൗണ്ടിലും വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണോ ഗവൺമെൻറ് ഒരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങളും കീപ്പ് ചെയ്യണ്ടേ? ഇപ്പോൾ ഗവൺമെൻറ്റിനെ ചോദിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് നേരെ ചൂണ്ടുന്ന ഇതേ വിരൽ നിങ്ങളിലേക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോൾ നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുമ്പോൾ വീണ്ടും നാട്ടുകാരോ പിരിച്ച പൈസയില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് നാട്ടുകാർ ചോദിക്കുക, അപ്പോൾ ഞങ്ങൾ തന്ന പൈസയില്ല നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അതിന് എന്ത് ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാനുള്ളൂ? അവിടെയാണ് സത്യത്തിൽ ഇവർ ആട്ടം മുട്ടിപ്പോകുന്നത്. ഇനി ഇവിടെ ഞാൻ സൈഡിൽ ഈ ടൗൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കോമൻറ്റ് വയ്ക്കുന്നുണ്ട്. 410 വീടുകളാണ് സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി മെർക്കിസൻറ്റ് എസ്റ്റേറ്റിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ 42.56 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചു. 450 കോടി രൂപ ആവശ്യപ്പെട്ട് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുമായി പോയതിനാൽ നിർമ്മാണ പ്രവർത്തനം തുടരാൻ വൈകി.
അതായത് ഈ സ്ഥലം ഏറ്റെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ UDFകാർ പറയുന്നത് സർക്കാർ അവിടെ ഭയങ്കരമായിട്ട് UDFനെ ചതിച്ചു, സ്ഥലം ഏറ്റെടുപ്പുമായിട്ടുള്ള വിഷയം സർക്കാരുമായിട്ടാണ് UDFന് ഉണ്ടായെന്നാണ് VD സതീശൻ അടക്കം എല്ലാ നേതാക്കന്മാരും പറയുന്നത്. അപ്പം അവിടെ അങ്ങനെ ഒരു വാദം പറയുമ്പോൾ ഇവിടെ ഈ എസ്റ്റേറ്റുകാർ സുപ്രീം കോടതിയിൽ ഇതേപോലെ 450 കോടി വേണമെന്ന് പറഞ്ഞു പോയ സമയത്ത് സർക്കാരിന് അവിടെ ലാഗ് വന്നു. അപ്പം ഇത് ടിക് ഫോർ ടാക്ക് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറയാം, ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കാരണങ്ങൾ പറഞ്ഞിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആർഗ്യൂ ചെയ്യാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്കോർ ചെയ്യുന്നത് LDF തന്നെയാണ്. ഈ വിഷയത്തിൽ വയനാട് ടൗൺഷിപ്പ് വിഷയത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, UDFൻ്റെ ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് വന്ന് നിന്ന് അക്കമിട്ട് നിരത്തി എത്ര വന്നു, അതിന് എത്ര ചിലവായി, ബാങ്ക് ഡോക്യുമെൻറ്റ്സ് അടക്കം കാണിച്ചാണ്ടല്ലോ, ആ നിൽക്കുന്ന സീറ്റിൽ അയാൾ ജയിച്ചു. കൺഫേം ഞാൻ പറഞ്ഞല്ലോ, ഒരു വിജയസാധ്യതയും ഇല്ലാത്ത ഒരു സീറ്റിൽ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനൊരു സാധനം പുറത്ത് വിട്ടാൽ നാളെ ജനങ്ങൾ കൈയടിക്കും, ഒപ്പം നിൽക്കും. കാരണം ജനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അത്രയും എന്തുണ്ട്, ഈ LDFനെ ഒരുമാതിരി വെറുപ്പ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. പക്ഷെ അത് വെളുപ്പിക്കാനുള്ള അവർക്കുള്ള ഒരു വെള്ള പൂശാനുള്ള ഒരു ടൂളാണ് UDFൻ്റെ ഈ വയനാട് ഫണ്ട് എന്ന് പറയുന്ന ഐറ്റം. അത് നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇയാളുടെ വീഡിയോ കാരണമൊന്നും ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല. പിന്നെ ഇതിനകത്ത് പറയുന്ന കണക്കുകളിലും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇനിയും ഇതുവരെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, ഓഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ചില കണക്കുകളിലേക്ക് കിടക്കാം. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299, അതായത് മിച്ചം 479 കോടി. അതിലേക്ക് കടക്കാം. ഈ 299 കോടി രൂപയ്ക്ക് വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ 299 കോടി രൂപയുടെ വയനാട്ടിലെ പുനർനിർമ്മാണ പാക്കേജ് കൊടുക്കുമ്പോൾ യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല ഇതിനകത്ത് അഴിമതിയില്ലേ, എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപ ഊരാളുങ്കലിൽ കൊടുക്കുന്നതെന്ന ചോദ്യം നമ്മൾ ചോദിക്കാത്തത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ശവത്തിൽ നിന്ന് മോട്ടിക്കുന്ന പണി ഈ സർക്കാർ കാണിക്കില്ല എന്ന നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. നമ്മുടെ രാഹുൽ എന്തിനാ പറയുന്നത്? ഇവിടെ ഈ ദുരന്തമുണ്ടായി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഊരാരുങ്കലിന് ഇതേപോലൊരു ടെൻഡർ കൊടുത്തു. ആ സമയത്ത് നിങ്ങൾക്കെതിരെ ഇങ്ങനത്തെ ആരോപണമില്ല, നിങ്ങൾ MLA ആയിട്ട് ഇരിക്കുന്ന ഒരാളുമാണ്. ഓക്കെ, ഇപ്പോൾ MLA ആയിട്ട് ഇരുന്ന ഒരു ടേമിലാണെങ്കിൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ഓക്കെ, സാധാരണക്കാർ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ, പ്രതിപക്ഷം അല്ലടി ചോദ്യം ചെയ്യണ്ടേ? പ്രതിപക്ഷം ചോദ്യം ചെയ്യണം, നിങ്ങളെപ്പോലുള്ള പൊളിറ്റീഷ്യൻസ് ചോദ്യം ചെയ്യണം. നമ്മളെക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി, നമ്മളെക്കാൾ കൂടുതൽ അതിനുള്ള എന്താ പറയുക സ്കോപ്പ് നിങ്ങൾക്കാണ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടാനുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനുള്ള. ചോദ്യം ചോദിച്ചു, ഞാൻ ചോദിച്ച ഉത്തരത്തിന് അവിടെ വായും മൂടിക്കെട്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇമേജ് കൂട്ടാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പരിപാടികൾ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ആരും ഈ ചോദ്യം ഇതിന് മുമ്പ് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പം ഈ വന്നിട്ടുള്ള ചോദിച്ചു കാണും ഒരിക്കലും അവിടെ ഇവിടെ, പക്ഷേ ഇത്ര ഗ്രാവിറ്റിയിൽ ഇത്ര ഫ്രീക്വൻസിയിലൊന്നും ചോദിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം ഇലക്ഷൻ്റെ സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് ചോദ്യം വരുമ്പോൾ അങ്ങോട്ട് ഈ ഊരാരുങ്കലിനെ മാത്രമാണോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? അത് മാത്രം ചോദിച്ചാൽ മതിയോ? അതൊക്കെ ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, മനസ്സിലായോ? ഒരുപാട് ഈ ടൗൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തി ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഉണ്ട്, ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ചെങ്ങായി PR ഒക്കെ പൊളിച്ച് അങ്ങേ തലയ്ക്കെത്തിയിട്ടുണ്ട് പിണറായിൻ്റെ. ഈ വെച്ചിരിക്കുന്ന ഓരോ ഫ്ലെക്സിൻ്റെ കണക്കും പറഞ്ഞ് മൂപ്പര് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കൊച്ചിയിലൊക്കെ പോയി വെക്കും, മലപ്പുറത്ത് പിന്നെയും കുറവാണ്, കൊച്ചിയൊക്കെ നിങ്ങളൊന്ന് പോയി വെക്ക്. ഡിജിറ്റൽ ബോർഡ്, കളർ ഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നില്ല അതൊന്നും പാർട്ടി ഫണ്ടിൽ നിന്നും അവിടെ നിന്ന് ഒക്കെ ഖജനാവെന്ന് പോണ PR പൈസേൻ്റെ PR എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കുന്ന ഐറ്റങ്ങളായിരിക്കും. ഇവിടെ നല്ല രീതിയിൽ ഖജനാവെന്ന് പൈസ എടുത്തിട്ട് ഇവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇവർ ഇറക്കിയിട്ടുണ്ട് കുറേ. ചോദ്യം ചോദിക്കാനും ചെയ്യാനുമാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഐറ്റങ്ങൾ ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഊരാരുങ്കലിന് ടെൻഡർ കൊടുത്തതൊക്കെ അന്ന് ഒരു ദുരന്തം നടന്നു, ആ ദുരന്തത്തിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് ആളുകൾ മാറിത്തുടങ്ങുന്നു. വർഷം എത്രയായി? അപ്പം അന്ന് മുതലേ ചോദിച്ചുകൊണ്ട് വരണ്ടേ? ഇപ്പം വന്നിരുന്നു ഞാൻ എഗെയിൻ പറയുന്നു, നിങ്ങൾ കണക്ക് പുറത്ത് വിടാതെയോ, നിങ്ങളിതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ പൊതുജനത്തിന് മുന്നിൽ വെക്കാതെയോ നിങ്ങൾ ഇനി എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം.
മാതൃഭൂമിയുടെ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന പത്രത്തിലെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ വയനാട് ദുരിതാശ്വാസമാണ് ഉയർത്തിക്കാട്ടുന്നത്. അതിൽ എത്ര പണം പിരിച്ചു, അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ? ഞങ്ങൾ CPM-നോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്റെയും KPCC പ്രസിഡന്റിന്റെയും പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇതൊരു ആപ്പ് വഴിയാണ് പിരിച്ചത്. ആപ്പിൽ നിന്ന് നേരിട്ട് ബാങ്കിലേക്ക് വരുവാണ്. ആ പൈസ എത്രയുണ്ടെന്നും ബാങ്കിലുണ്ട്. ഞങ്ങൾ ആകെ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ആപ്പിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടും മാത്രമേ വിഡ്രോ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കുന്നപ്പോഴ അവിടെ ഞങ്ങൾ വീട് വെക്കും. അവിടെ ഞങ്ങൾ വീട് വെച്ച് എല്ലാ പണിയും പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടെ ഞങ്ങൾ കണക്ക് അവതരിപ്പിച്ചാൽ പോരെ. കണക്ക് എന്തിനാ പുറത്തുവിടുന്നത്? കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ഒരു പ്രോജക്ടിന്റെ കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലേ? ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, പ്രോജക്ട് ഞങ്ങൾ ആരംഭിച്ചു. പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ കണക്ക് പുറത്തുവിടും. ഇടയ്ക്കിടയ്ക്ക് CPM വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ അവര് വല്ല ഏൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ? മുഖ്യമന്ത്രി ഞങ്ങളെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടോ വല്ലതും? ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിലേക്ക് ഞാനടക്കമുള്ള ആളുകൾ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. CMDRF-ൽ ഞങ്ങളടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലേക്ക് മുഖ്യമന്ത്രി ഒന്നും പൈസ തന്നില്ല. ഒരു പ്രോജക്ടിന്റെ കണക്ക് അവതരിപ്പിക്കുന്ന എപ്പോഴാ? CPM ചോദിക്കുമ്പോഴാ? അല്ലല്ലോ, പ്രോജക്ട് തീരുമ്പോൾ കണക്ക് അവതരിപ്പിക്കും. CPM മുഖ്യമന്ത്രിയും മാത്രമാണോ ഈ നാട്ടിൽ ഈ കണക്ക് അറിയേണ്ട ആൾക്കാരായിട്ടുള്ളത്? ആണോ? നിങ്ങളുടെ UDF-ന്റെ ഫണ്ടിലേക്ക് ആപ്പ് വഴിയോ അല്ലാതെയൊക്കെ പൈസ തന്ന പൊതുജനങ്ങൾ ഒരുപാടില്ലേ? ഇഷ്ടംപോലെ സാധാരണക്കാരില്ലേ? അവർക്ക് നിങ്ങൾ കണക്ക് ബോധിപ്പിച്ചു കൊടുക്കണ്ടേ? എൻ്റെ അറിവിൽ കേട്ടുകേൾവിയിൽ പോലും ഇല്ല. ഒരു പ്രൊജക്റ്റ് എസ്റ്റിമേറ്റ് കാണും, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് കാണും, ഒരു പ്രൊജക്റ്റ് പ്ലാനിങ് കാണും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രൊജക്റ്റ് മോഡൽ. അപ്പോൾ എങ്ങനെയാണല്ലോ ഒരു ടൗൺഷിപ്പ് ഒരു വില്ല പ്രൊജക്റ്റൊക്കെ തുടങ്ങുമ്പോൾ ഒരു മോഡലെങ്കിലും അവിടെ കാണുമായിരിക്കും. ഇനി അങ്ങനെ ഒരു ഫിസിക്കൽ മോഡൽ പോട്ടെ, 3D മോഡൽ, ഒരു AI വീഡിയോ ഇങ്ങനത്തെ ഒരു മോഡലാണെന്നുള്ളത്. ഇനി അതും വേണ്ട, ഒരു കണ്ണാടിക്കൂടിനകത്ത് ഇങ്ങനെ ആയിരിക്കും നമ്മളെ പ്രൊജക്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുക 3D പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ, ഒരു മോൾഡ് ഒന്നുമില്ല ഇതിനകത്ത്. എന്നിട്ട് പറയുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കണം, പിണറായി വിജയൻ ചോദിച്ചാൽ കൊടുക്കണം. ഒരു ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നാട്ടുകാർ തന്നിട്ടില്ലേ മിസ്റ്റർ VD സതീശൻ? നാട്ടുകാർ പൈസ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? പാർട്ടിക്കാർ മാത്രമാണ്. ആ പാർട്ടിക്കാർ തന്നവരിലുള്ള ആൾക്കാരുടെ അടക്കം, പാർട്ടിക്കാരുടെ ഇടയിലടക്കം ഇതെന്താണ് ചർച്ചയാണ്. പാർട്ടിക്കാരടക്കം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, അണികൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു എലക്ഷന് മുമ്പ്, ഒരു എലക്ഷൻ ഇത്രയും ക്രൂഷ്യലായിട്ട് കേരളത്തിൽ ഈ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടെന്ന് അറിയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്ന് പറയുമ്പോൾ അതല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? ഇത് ഞാൻ എഗെയിൻ പറയുന്നു, ഒരു എലക്ഷൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവിരുദ്ധമായിട്ടുള്ള ആ ഒരു തരംഗം എങ്ങനെ യൂസ് ചെയ്യാമെന്നൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങളുടെ ഏറ്റവും കയ്യിലിരുന്ന ഐറ്റമാണ് ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രൊജക്റ്റ് മോഡലെങ്കിലും അവിടെ വെച്ചിട്ട് നാട്ടുകാരോട് പറയുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, ബട്ട് വി വിൽ കംപ്ലീറ്റ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു വീഡിയോ എങ്കിലും പുറത്തു വിടണം. ഇന്നതാണ് ഞങ്ങളെ പ്രൊജക്റ്റ്, ഇന്ന ടീമാണ് ഞങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഇന്ന ഡെവലപ്പേഴ്സാണ് ചെയ്യുന്നത്. ഒന്നുമില്ലാതെ വെറുതെ വന്ന് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടെന്നല്ല, ഇനി ആര് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല, സോണിയാഗാന്ധി വന്നിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല, രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ആരും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ആ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം അറിയും, വയനാട്ടിൽ ആ ദുരന്തത്തിൽ മൊത്തം എത്ര മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നോ ആകെ എത്ര മനുഷ്യന്മാരെയാണ് കാണാതെ പോയതെന്നോ ഉള്ള കൃത്യമായ ഒരു കണക്ക് ഇന്നത്തെ ദിവസം വരെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക്, ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചെലവാകുന്നത് 61,50,00,000 രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിന്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കപ്പെടുന്ന തുക. ഇനി ടൗൺഷിപ്പ് ആണ്, റോഡ് വേണം, അംഗനവാടി ഉണ്ടെന്ന് പറയുന്നു, പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം കൂടി ഒരു 10 കോടി കൂടി മാറ്റിവെച്ചാൽ പോട്ടെ, എല്ലാം കൂടെ ചേർന്ന് ഒരു 100 കോടി രൂപ, അതും വിട്ടേക്കൂ 150 കോടി രൂപ.
പക്ഷെ ടൗൺഷിപ്പിന് വേണ്ടി ആകെ മാറ്റിവെച്ചിരിക്കുന്ന തുക 299 കോടിയാണ്. അപ്പൊ ഈ ബാക്കി 149 കോടി വെച്ച് ഈ സംസ്ഥാന സർക്കാർ ഊരാളുകളിലും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വയനാട്ടിൽ എന്തെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ CPM-കാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെ പറ്റിയും ഈ 299 കോടി രൂപയിലെ ബാക്കിയെ പറ്റിയുമൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് പ്രതിപക്ഷം കൂടി കൊടുത്ത പൈസയാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ UDF-ന്റെ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, MP-മാർ, അവരെല്ലാവരും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സംസ്ഥാനത്തിന്റെ പൊതുവായ പണം, ആ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കപ്പെട്ടു എന്നതിനെ പറ്റി കൃത്യമായ കണക്ക് നമുക്കറിയണം. അത് ശരി. ഇപ്പം നിങ്ങളെ പാർട്ടിക്കാർ പോയി അങ്ങനെയാണിപ്പത്. ആ ഇത് മാമനും മച്ചാനും പുറത്തായപ്പോൾ സാധാരണക്കാരും അതിൻ്റെ മക്കൾ പുറത്താവും. എന്തെന്നാപ്പോൾ ഇത്? അല്ലേ, ഇതിപ്പോൾ പാർട്ടിക്കാർ നിങ്ങൾ കൊടുത്ത കർണാടകയിൽ നിന്ന് കൊടുത്ത കണക്ക്, രാഹുൽ ഗാന്ധി ഓടിച്ചെടുത്ത കണക്ക് പാർട്ടിക്കാരിട്ട ഇതേ കണക്ക് നിങ്ങൾക്കും ഇല്ലേ? UDF പിരിച്ചാലും ഈ പറഞ്ഞ അണികൾ തന്നെയല്ലേ തന്നെ. അപ്പോൾ അണികൾ 2 സ്ഥലത്തും കൊടുത്തു, പാവങ്ങൾ അവിടെയും കൊടുത്തു ഇവിടെയും കൊടുത്തു. സത്യത്തിൽ പിഴിഞ്ഞത് നമ്മൾ സാധാരണക്കാരാണ്, ഇവരെല്ലാവരും കൂടി, ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പൊതുജനമല്ലേ ചോദിക്കുന്നത്? നിങ്ങൾ പൊതുജനത്തിൻ്റെ ശബ്ദമല്ല ആവണ്ടേ, പാർട്ടിക്കാർ പൊതുജനത്തിൻ്റെ ശബ്ദമാണ് ആവേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനൊരു ഓഡിറ്റ് വേണ്ടേ, ഇതിൻ്റെ കണക്കറിയണ്ടേ? നിങ്ങളെ കണക്ക് ആദ്യം പറയണം മിസ്റ്റർ. അല്ലാതെ നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് ഈ പറഞ്ഞ 15 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകൾ ചോദിക്കുമ്പോൾ നിങ്ങളെ കണക്ക് എവിടെയെന്നുള്ളതിന് നിങ്ങൾക്ക് ഉത്തരമില്ല. ഇനി എഗെയിൻ ഞാൻ അന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോനകത്ത് ഞാൻ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ 778-73 കോടി രൂപ മൊത്തം കിട്ടിയതിൽ നിന്ന് ഇവർ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഏത് രീതിയിലാണ് ഈ ഫണ്ട് വിനിയോഗിക്കുന്നത് എന്നുള്ളത്. ആ വീഡിയോ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രത്യേക അക്കൗണ്ട് ആയിട്ടാണ് ഈ തുക ഉള്ളത്. അതായത് ഈ ചെലവഴിക്കുക, വയനാടിന് വേണ്ടി ഈ തുക ചെലവഴിക്കുന്നത് വയനാടിന് വേണ്ടി മാത്രമാണ്. മാസങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അബിൻ ബർക്കി അടക്കമുള്ളവർ ഈ തുക എവിടെ ചെലവഴിച്ചു, പണം എവിടെ എന്ന് ചോദ്യം ഉയർത്തുന്നുണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ സൈറ്റിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാണ്. നമ്മൾ കുറച്ച് മുൻപ് ആ സ്റ്റിൽ ഇവിടെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിലവിലുള്ള ആ തുകയുടെ കണക്കുകൾ എത്രയാണെന്ന് നോക്കൂ. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കാണ്. ഇതിൽ വയനാട് ദുരന്തത്തിൽ 2024 ഉണ്ടായ വയനാട് ദുരന്തത്തിലെ കണക്കാണ് ഇതിലുള്ളത്. 773.98 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചത്. നോക്കൂ, 165.87 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. മൊത്തം 410 വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 178 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. വീടൊന്നിന് 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ച് സമഗ്രമായി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് സർക്കാർ പണിയുന്നത്. ഇതിന്റെ കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ 20 ലക്ഷം വീതം 7 സെന്റിൽ 1000 അടി ചതുരശ്ര അടിയിൽ 410 വീടുകളാണ് ആകെ സർക്കാർ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നതാണ് നമ്മൾ ഈ കാണുന്ന 178 വീടുകൾ. പൂർണ്ണമായും നിർമ്മിച്ച് താക്കോൽ നൽകാൻ പോകുന്ന മാർച്ച് 1-ന് താക്കോൽ നൽകാൻ പോകുന്നത് ഈ 178 വീടുകൾക്കാണ്. കളക്ടറുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് 707.65 കോടി രൂപയാണ്. താൽക്കാലിക വീടിന് വേണ്ടി നൽകിയത് 50 ലക്ഷം രൂപയാണ്. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി 2.1 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 20 കോടി രൂപയാണ് ടൗൺഷിപ്പിന് നൽകിയത്. വയനാട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പിന് പ്രാഥമികമായി നൽകിയ തുകയാണ് ഈ 20 കോടി രൂപ. 351 കോടി രൂപയാണ് ആകെ ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത്. നിലവിൽ നൽകിയത് 20 കോടി മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് മൊത്തം ഈ ടൗൺഷിപ്പിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന തുക അല്ലെങ്കിൽ കണക്കാക്കുന്ന തുക 351 കോടിയാണ്. ആ 351 കോടിയിൽ 20 കോടിയാണ് ഇപ്പോൾ ഈ ഒരു വീടിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പിന് പുറത്ത് പോയവർക്ക് 13.91 കോടി രൂപയും നൽകിയിട്ടുണ്ട്. അതായത് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്നും 15 ലക്ഷം രൂപ മതിയെന്നും തീരുമാനിച്ച് സർക്കാരിൽ നിന്നും പണം വാങ്ങിപ്പോകാൻ ഒരു ഓപ്ഷൻ സർക്കാർ തുടക്കത്തിൽ നൽകിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ പണം വാങ്ങിയവർക്ക് നൽകിയതാണ് ഈ 13 കോടി 91 ലക്ഷം രൂപ എന്ന് പറയുന്നത്. കുടുംബശ്രീ വഴി നൽകിയത് 3.62 കോടി രൂപയാണ്. കുടുംബശ്രീ വഴി നൽകിയെന്ന് വെച്ചാൽ നിത്യച്ചെലവിന് വേണ്ടിയുള്ള സഹായമായിട്ട് വിതരണം ചെയ്തതാണ് നമ്മൾ ഈ പറയുന്ന 3.62 കോടി രൂപ.
എസ്റ്റേറ്റിന് ഇനി ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് അല്ലേ. അപ്പം എസ്റ്റേറ്റിന് വേണ്ടി നൽകിയിരിക്കുന്നത് 43.56 കോടി രൂപയാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായുള്ള ഈ സ്ഥലം ഏറ്റെടുത്തത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. അതിനുവേണ്ടിയാണ് ഈ 43.56 കോടി രൂപ ചെലവഴിച്ചത്. കൂടാതെ ഈ എസ്റ്റേറ്റിൽ താമസിച്ചിരുന്ന തൊഴിലാളികളുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്. അവരുടെ വീടും കാര്യങ്ങളും ഒക്കെയും അവിടെയായിരുന്നു. ഇവരുടെയൊക്കെയും പുനരധിവാസത്തിന് വേണ്ടി, ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 77.5 ലക്ഷം രൂപ. കണ്ടല്ലോ, ഇതിലൊരു ക്ലാരിറ്റി ഉണ്ട്. ഇല്ല, ഇത് കുറച്ച് മുന്നത്തെയാണ്. മേ ബി ഇതിലെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ഒരു എക്സാക്ട് ഫിഗർ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഓഡിറ്റ് എടുത്താലേ മനസ്സിലാവുള്ളൂ. ബട്ട് സ്റ്റിൽ ഇതാണ് അതിൻ്റെ എന്താ പറയുക, ഡിവൈഡ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളും ഇന്നതിന് ഇത്ര എന്നുള്ളതിൻ്റെ ഒരു അപ്രോക്സ് ആയിട്ടുള്ള കണക്ക്. ഓക്കെ, ഇതിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തിനു വേണ്ടി പൈസ ചിലവാകുന്നു, എത്ര ചിലവാകുന്നു എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഉണ്ട്. ഈ ഒരു ക്ലാരിറ്റി പോലും UDF പിരിച്ച ഫണ്ടിനില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ചോദിക്കാൻ പറ്റും? ഇനി തിരിച്ച് കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പ്രതിപക്ഷത്തോട് നിങ്ങൾക്ക് ചോദിക്കാം. എന്തിനെപ്പറ്റി? കാലതാമസത്തെപ്പറ്റി. ശരിയാണ്, പ്രതിപക്ഷത്തിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് ഭവന നിർമ്മാണത്തിൽ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനത്തെ എല്ലാ ഭൂമിയുടെ മുകളിലും കൂടുതൽ അവകാശമുള്ള സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് പോലും 2024 ജൂലൈയിൽ ദുരന്തമുണ്ടായിട്ട് ഭൂമി ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു വർഷത്തോടെടുത്തു സംസ്ഥാന സർക്കാരിന്. അതിനേക്കാൾ കുറച്ചുകൂടി സമയം കോൺഗ്രസിനെടുത്തു. കോൺഗ്രസിന് മേപ്പാടിയില് കുന്നുംപറ്റയില് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് KPCCയുടെ നേതൃത്വത്തിൽ ആപ്പ് വഴി ഏതാണ്ട് 4.5 കോടി രൂപയാണ് സമാഹരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ആപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഓരോ നിയോജകമണ്ഡലം കമ്മിറ്റികൾക്ക് അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കുവാനാണ് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏതാണ്ട് 1.5 കോടി രൂപ KPCC കൈമാറുകയും ചെയ്തു. ഈ പണം കൊണ്ട് എന്ത് ചെയ്തു? ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് വയനാട് മേപ്പാടിയിൽ കുന്നുംപറ്റയിൽ കോൺഗ്രസ് സ്ഥലമേറ്റെടുത്തത്. ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് സ്ഥലം വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇനി കണക്കിനെ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമ സമ്മേളനം നടത്തിയിട്ട് ചോദിച്ചു. ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൈരളിയുടെ റിപ്പോർട്ടറോടാണ് കൊടുക്കുന്നത്. നിങ്ങളിത് പരിശോധിച്ചിട്ട് ഇന്നത്തെ ദിവസം വരെ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപയെങ്കിലും പിൻവലിച്ചതായി തെളിയിച്ചാൽ ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജിവെക്കാം എന്നന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോട് വേറൊരു വെല്ലുവിളി, ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തു വിടണം. പുറത്തുവിട്, പൊതുജനം കാണട്ടെ. എന്തിനാ കൈരളീൻ്റെ മറ്റേ റിപ്പോർട്ടർക്ക് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം? കൈരളീൻ്റെ ഓഫീസിനാണ് പൈസ കിട്ടിയത്, നാട്ടുകാരുടെ പൈസ അല്ലേ? അപ്പോൾ നാട്ടുകാർ കാണട്ടെ. ആ റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുവിടും, ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പുറത്തുവിടും. ഇത് വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കണക്കുണ്ട്, സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് 5 കോടി രൂപ. മമ്മൂട്ടീൻ്റെ ഒപ്പം പോയ റഫീഖ് മറന്നും കാണില്ലല്ലോ നിങ്ങൾ. റഫീഖിൻ്റെ കഴിഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് 5 കോടി കൊടുത്താണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കോൺഗ്രസ് ഭൂമി വാങ്ങിയതെന്നാണ് KPCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് 5 കോടിയുടെ അടക്കാണ്. KPCC പ്രസിഡന്റിന്റെ പേരിലുള്ള പ്രസ്തുത സ്ഥലത്തിന്റെ ആധാരപ്രകാരം 3,21,00,000 സ്ഥലത്തിന് കൊടുത്തതായി കാണിച്ചിരിക്കുന്നത്. കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ലല്ലോ. KPCC പ്രസിഡന്റിന്റെ അവകാശപ്പെട്ടതും രേഖയിലുള്ളതും വെച്ച് നോക്കുമ്പോൾ ഒരേ 1.25 കോടിയുടെ വെട്ടിപ്പ്, കണ്ണിൽ ഈ ലൈറ്റ് അടിച്ചിട്ടാ, 1.25 കോടിയുടെ വെട്ടിപ്പും തട്ടിപ്പും എന്തുണ്ട് ഇതിൽ കാണാൻ പറ്റുന്നു, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങുമ്പോൾ ബാങ്ക് വഴിയാകുമല്ലോ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. ആ രേഖകൾ പുറത്തുവിട്ടാൽ KPCC പ്രസിഡന്റ് പറഞ്ഞ 5 കോടി സ്ഥലത്തിന് നൽകിയോ എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുമല്ലോ. പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? അതായത് 5 കോടിയുടെ കണക്ക് പറയുന്നുണ്ട്. ഞാൻ എഗെയിൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അന്ന് കൈരളി TVയുടെ റിപ്പോർട്ടർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പുറത്തു വിടാം. ഇത് വെല്ലുവിളിയാണ്. ആൻഡ് എഗെയിൻ ഈ 5 കോടി രൂപ ഇപ്പോൾ ഈ റഫീഖ് പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും അതിനൊരു രേഖ കാണും. ആ രേഖയും കൂടി നിങ്ങളൊന്ന് പുറത്തു വിടും. അതോ 3 കോടി ചില്ലറയാണോ, അത് 5 കോടി ആയിട്ടുണ്ടോ? പൊതുജനം അറിയട്ടെ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇലക്ഷനാണ് നടക്കുന്നത്. ഈ ഇലക്ഷനിൽ നാട്ടുകാർക്ക് അല്ലെങ്കിലേ ഈ പിണറായിനെയും ഈ LDF സർക്കാരിനെയും വെറുത്തിരിക്കുന്നൊരു സമയം. അവർക്ക് എങ്ങനെയെങ്കിലും വെളുപ്പിക്കാനും അവരുടെ കൈ കഴുകി ബാക്കിയുള്ളവരുടെ തലേൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കുറ്റിട്ട് കൊടുക്കാനും കിട്ടുന്ന ഒരു അവസരം അവർ മാക്സിമം മുതലെടുക്കും. കാരണം സൈബർ സ്പേസ് മൊത്തം അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? കയ്യിൽ രേഖകളുണ്ട്, ഇതാണ് ആ രേഖ. പണ്ട് ശങ്കരാടി പറഞ്ഞ പോലെ ഇതാണ് ആ രേഖ, പക്ഷേ ഈ രേഖ ഞാൻ പുറത്തു വിടില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇതിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കാണിച്ചാൽ മതിയോ?
പുറത്തു വിടണം. ഇവ രാഹുൽ മാങ്കൂട്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പുറത്തു വിടുക ആണ്ട്. ഇനി തിരിച്ച് പണം കൊടുത്തു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ കണക്കിനെ പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഡിവൈഎഫ്ഐ എന്നാണ് മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത്? 2025 ഏപ്രിൽ മാസമാണ് 20 കോടി രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അതായത് 2025 ഏപ്രിൽ മാസം ഡിവൈഎഫ്ഐക്ക് 20 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തി. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറുവാൻ കഴിയുന്നത്. ഇനി തിരിച്ച് ഡിവൈഎഫ്ഐ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നതെന്നാണ് 2026 ജനുവരി മാസം. അതായത് 10 മാസം 20 കോടി രൂപ ഡിവൈഎഫ്ഐയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. 20 കോടി രൂപ നമ്മുടെ നാട്ടിലൊക്കെ ശരാശരിയുള്ള ഒരു പലിശ ഉണ്ടല്ലോ, 7%. 7% വെച്ച് പലിശ നോക്കിയാൽ തന്നെ 20 കോടി 10 മാസം അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഏതാണ്ട് 1,16,00,000 രൂപ ഡിവൈഎഫ്ഐക്ക് കിട്ടിയിട്ടുണ്ട്. ആ 1,16,00,000 രൂപ വെച്ച് ഡിവൈഎഫ്ഐ എന്താ ചെയ്തത്? അതിനെപ്പറ്റി നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ഓഡിറ്റുകൾ വേണം. കാലതാമസത്തെ പറ്റി ഓഡിറ്റ് ചെയ്യണം, കിട്ടിയ പണത്തെ പറ്റിയും ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് ചെന്നെത്തുക സംസ്ഥാന സർക്കാരിലേക്കായിരിക്കും. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ജോലി ചോദ്യം ചോദിക്കലായിരുന്നു. പക്ഷേ UDF പ്രതിപക്ഷമായിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയല്ല, എന്തുകൊണ്ട് വീട് വൈകി, എന്തുകൊണ്ടാണ് നിങ്ങൾ വീട് നിർമ്മിക്കാത്തത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം ഞങ്ങൾ ചെയ്തത്, UDF ചെയ്തത്, ഞങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്ന് വീട് നിർമ്മിക്കാം, വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാം, ഈ നാടിനെ ചേർത്ത് പിടിക്കാമെന്നാണ്. അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ മറന്നു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വല്ലാതെ ഉത്സാഹം കാണിക്കുന്ന ചില മാധ്യമങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കും ഉണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങളും വയനാട്ടിൽ ടൗൺഷിപ്പുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിരുന്നു, ആ ടൗൺഷിപ്പുകളുടെ പണി എന്തായി എന്ന് കൂടി നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ചോദ്യങ്ങൾ ഉണ്ടാകണം, ഉത്തരങ്ങളും വേണം. പക്ഷെ ചോദ്യങ്ങൾ പണം വാങ്ങി ഏകപക്ഷീയമാകരുത്, സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ളതാകരുത്. നമുക്ക് ഒരുമിച്ച് സർക്കാരിനോട് ചോദിക്കാം, ഒപ്പമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോടും ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം. അത് കൊള്ളാം. നൈസായിട്ട് അങ്ങോട്ട് സർക്കാരിനൊരു എന്താ പറയുക വെല്ലുവിളി പോലെ, ഞങ്ങൾ നിങ്ങളൊപ്പം നിന്നതല്ലേ ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ചോദ്യം നിങ്ങളോട് അന്ന് ചോദിച്ചില്ലല്ലോ, ഇപ്പം നിങ്ങൾ ഞങ്ങളെ കണക്ക് എന്തിനാണ് ചോദിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളെ കണക്ക് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലൊരു സാധനം പറഞ്ഞു വയ്ക്കുമ്പോൾ നാട്ടുകാർ, ഞാൻ എഗെയിൻ പറയുന്നു, ഞങ്ങൾ അതിൻ്റെ മക്കളെന്താ പുറത്താ? ഇത് മറ്റേ ശരിക്ക് UDF ചെയ്യണ പരിപാടി എന്താണെന്നറിയോ? ഞാൻ, അപ്പം തമ്പുരാൻ, സുഭദ്ര, ഞങ്ങളാണ് കമ്മിറ്റി, ഞങ്ങൾ തീരുമാനിക്കും ആഭരണപ്പെട്ടി എവിടെ കൊണ്ട് എപ്പോൾ കൊണ്ടുവരണം എന്നുള്ളത്. ആറാം തമ്പുരാൻ്റെ ഡയലോഗാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എടീ അവിടെ ആ സാധനം CMDRF ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റും. അതിൽ എത്ര ഉണ്ട്, എങ്ങനെ ചിലവാക്കി, എങ്ങനെ രീതിയിലാണിത് പോണേ, അതിനൊരു ഓഡിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. UDFൻ്റെ ഫണ്ടിന് എന്താ ഉള്ളത്? ഞാൻ എഗെയിൻ ചോദിക്കുന്നത് എന്താ ഉള്ളത്? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഈ DYFI പിരിച്ച ഒരു കണക്കും അതിൻ്റെ ഒരു പലിശയും, UDF പിരിച്ച ഒരു സമയവും അതിൻ്റെ ഫണ്ട് ഫ്ലോ നിന്നൊരു ടൈം മുതൽ ഇന്ന് ഈ സംസാരിക്കുന്ന ദിവസം വരെയുള്ള എത്ര പലിശ UDFന് കിട്ടി, എത്ര രൂപ കയറി അക്കൗണ്ടിൽ, അതിന്ന് ഇപ്പോൾ സ്ഥലം വാങ്ങാൻ കുറച്ച് പൈസ എടുത്തു, അതിൽ തന്നെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു. അല്ലാത്ത പൈസേൻ്റെ ഇതേപോലത്തെ ഇൻട്രസ്റ്റ് നിങ്ങൾക്കും കാണുമല്ലോ. കോടിക്കണക്കിന് രൂപ ബാങ്ക് കിടക്കുമ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപേൻ്റെ ഇൻട്രസ്റ്റ് കാണും. ആ പൈസ കൊണ്ട് നിങ്ങളുടെ പ്ലാൻ എന്താ? UDFൻ്റെ പ്ലാൻ എന്താ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം, അതൊന്നും പറഞ്ഞു തരാൻ പറ്റൂ. അപ്പം അതിനൊക്കെ ഒരു ഓഡിറ്റ് വേണ്ടേ? അതിനൊക്കെ എന്ത് ചെയ്യണം? പൊതുജനം ചോദ്യം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പൊതുജനവും മാധ്യമങ്ങളും. പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടിട്ട് കൊട്ടിയ മീഡിയ ടീം എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ ആ ടൈമിലെങ്ങാണ്ട് വീട് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. റിപ്പോർട്ടറിൻ്റെ വീട് പണീൻ്റെ പരിപാടികളൊന്നും പിന്നെ എവിടെയും കണ്ടില്ല കേട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഇങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ ഞാൻ എഗെയിൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒട്ടും ഇപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളല്ല ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, വന്ന് ചോദ്യം ചോദിക്കേണ്ടത്, ഉത്തരം പറയേണ്ടത്. അയാൾക്ക് ചെയ്യാം, അയാളുടെ പേഴ്സണൽ താല്പര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് UDF നേതൃത്വം ഇപ്പോഴും ചോദിക്കുമ്പോൾ VD സതീശനടക്കം പ്രൊജക്റ്റ് കഴിയട്ടെ, എപ്പോൾ കഴിയും? അല്ല ഇപ്പം പണി തുടങ്ങി എപ്പോൾ കഴിയും? സർക്കാരിൻ്റെ തന്നെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ ചിലപ്പോൾ കയറി താമസിച്ച കൂട്ടത്തിൽ ആരെങ്കിലും കയറി താമസിച്ചു കാണും, അത് വലിയ ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ കുറേ ഇൻഡിവിജ്വൽസ്, കുറേ പേര് ഫോറിനിൽ നിന്ന് വന്നവർ, പിന്നെ ഒരു ഉസ്താദ്, അങ്ങനെ കുറേ പേര് വീട് വെച്ച് കൊടുത്തതായിട്ട് എൻ്റെ അറിവിലുണ്ട്. ഞാൻ അവിടെ ഇവിടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെ ഈ 30, 40, 50 വീട് വെച്ച് കൊടുക്കാൻ പറ്റി? ചിലപ്പോൾ ഒരു റോഡ് ഇട്ടിട്ട് 2 സൈഡ് വീട് വെച്ചതായിരിക്കാം, ബട്ട് വാട്ട് എവർ, അവർ വളരെ ക്ലീനായിട്ട് ചെയ്തിട്ട് പോയല്ലോ. പിന്നെ വയനാട് ഭൂമി ഏറ്റെടുത്തതിൻ്റെ പൈസ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനകത്ത് പറഞ്ഞത്. എത്ര ഭൂമി ഏറ്റെടുത്തു എന്നുള്ളത്, എത്ര ഭൂമി വാങ്ങി എന്നുള്ളതിനെ കുറിച്ച് എന്തില്ല.
അതിൻ്റെ കണക്ക് പറഞ്ഞില്ല എത്ര ഏക്കറാണെന്നുള്ളത്. ആ ഏക്കറിൻ്റെ കണക്ക് പറഞ്ഞാൽ അവിടെ എത്ര വീട് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ അവസ്ഥ പുറത്തേക്ക് വരും. മനസ്സിലായോ? ഇവർ പറഞ്ഞ കണക്കിലുള്ള വീടുകൾ വെക്കാൻ മാത്രം പാകത്തിന് അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നാട്ടുകാർ ഓഡിറ്റ് ചെയ്യും. അതൊക്കെ ബുദ്ധിപൂർവ്വം രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് മുക്കി. ഇത് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിന് ഷോ കാണിക്കാൻ, അതായത് നേതൃത്വത്തിന് മുന്നിൽ ഞാൻ തന്നെയാണ് ഇപ്പോഴും മെയിനെ, എനിക്കാണ് റീച്ച് സോഷ്യൽ മീഡിയയിൽ, ഞാൻ തന്നെ പറയുന്നതാണ് നാട്ടുകാർ ഏറ്റുപിടിക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്ക് പോസ്റ്റ് മാത്രമായിട്ട് എനിക്ക് ഈ സംഗതി തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടം കൈരളിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അതേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, പബ്ലിക്കിലിട്. വെല്ലുവിളിയാണ്, നാട്ടുകാർ കാണട്ടെ. അതിനിപ്പോൾ കേസ് തീർന്നിട്ടോ അല്ലെങ്കിൽ കോടതിയിൽ പോയി ഒക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധിക്കണമൊന്നുമില്ല. അടുത്ത് കോടതിയിൽ നിന്നൊരു സാധനം വന്നിരുന്നേ, മറ്റേ ഇരയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിൽ ഇതാക്കി എന്നൊക്കെ പറഞ്ഞുള്ള സാധനം, അതൊക്കെ സമയം കഴിഞ്ഞിട്ട് മതി. ഇതിനൊന്നും സമയം ഉണ്ടാവും തോന്നുന്നില്ല. വെല്ലുവിളി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തിടണം. ഞാൻ പറയുമ്പോൾ ഇയാൾ പുറത്തിടണം. ചോദിക്ക് 10 ആൾ പോയിട്ട് അയാളോട് കമൻറ്റിൽ എഴുതി ചോദിക്കും, അന്ന് കൈരളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുള്ള ആ സാധനം പുറത്തേക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇപ്പോൾ